പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ധ്യാന സമയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ അത്യന്തം ആശ്വാസകരവും ശക്തവുമായ ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്നു നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ആമേൻ. എത്ര വലിയ വാഗ്ദാനമാണ് ഇത്! മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്ന് ലജ്ജയാണ്. മനുഷ്യർ തള്ളിക്കളയുമ്പോൾ, സ്നേഹിച്ചവർ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം വൈകുമ്പോൾ അനുഭവിക്കുന്ന ഒരു ലജ്ജ, സാമ്പത്തിക പരാജയങ്ങൾ, രോഗങ്ങൾ, കുടുംബ തകർച്ചകൾ, ആത്മീയ വീഴ്ചകൾ, ഇവയൊക്കെ മനുഷ്യനെ ഉള്ളിൽ നിന്ന് തകർക്കുന്നു. പക്ഷെ ഇന്നത്തെ തിരുവചനം നമ്മോട് പറയുന്നു, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണ്. പ്രിയ ദൈവമക്കൾ, ദൈവം തൻ്റെ ജനത്തെ മറക്കുന്നില്ല. ഇസ്രായേൽ ജനത പാപത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സമയത്താണ് യോവേൽ പ്രവാചകൻ സംസാരിക്കുന്നത്. വറ്റിപ്പോയ വയലുകൾ, നശിച്ച വിളകൾ, കരയുന്ന ജനങ്ങൾ, എല്ലായിടവും നിരാശയുടെ അനുഭവം. എന്നാൽ ആ അവസ്ഥയുടെ നടുവിൽ ദൈവം സംസാരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. എത്ര മനോഹരമായ ഒരു വാഗ്ദാനമാണ് പ്രിയ ദൈവമക്കളെ ഇത്. ജീവിതത്തിൽ ചിലപ്പോൾ നമുക്കും തോന്നും, ദൈവം എന്നെ മറന്നു. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ നടുവിലുണ്ട്. നിന്റെ കണ്ണുനീർ വീഴുന്ന മുറിയിൽ ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, നിന്റെ ഏകാന്തതയിൽ ദൈവമുണ്ട്. നിന്റെ രോഗക്കിടക്കയിൽ ദൈവമുണ്ട്. നിന്റെ പരാജയങ്ങളുടെ നടുവിൽ ദൈവമുണ്ട്. മനുഷ്യർ നിന്നെ ഉപേക്ഷിച്ചേക്കാം, പക്ഷേ ദൈവം നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ലജ്ജയെ മഹത്വമാക്കി മാറ്റുന്ന ദൈവം. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നു, ഈജിപ്തിൽ അടിമയായിരുന്ന യോസേഫ്, സിംഹക്കുഴിയിൽ ഇട്ട ദാനിയേൽ, ഗോലിയാത്തിന്റെ മുൻപിൽ നിന്ന ദാവീദ്, അതിനെല്ലാം അപ്പുറം കുരിശിന്റെ വഴിയിൽ നടന്ന കർത്താവായ യേശു ക്രിസ്തു. എല്ലാവരും ഒരിക്കൽ അപമാനിക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ദൈവം അവരുടെ ലജ്ജയെ മഹത്വമാക്കി മാറ്റി. ക്രൂശ് അപമാനത്തിന്റെ ചിഹ്നമായിരുന്നു, പക്ഷേ ഇന്നത് രക്ഷയുടെ അടയാളമാണ്. പ്രിയ ദൈവ പൈതലേ, അതുകൊണ്ട് ഇന്നത്തെ നിന്റെ കണ്ണുനീർ നാളെയുടെ സാക്ഷ്യമായി മാറും. ദൈവം വൈകാം, പക്ഷേ ദൈവം ഒരിക്കലും നിന്നെ മറക്കുകയില്ല. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നവർ ലജ്ജിക്കപ്പെടുകയില്ല. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ സഭയുടെ ആത്മീക പാരമ്പര്യം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരിക്കലും തോറ്റുപോകുന്നില്ല. ഉത്തരം ഒരുപക്ഷെ വൈകിയേക്കാം, പക്ഷേ സ്വർഗം ഒരിക്കലും മൗനമായിട്ടില്ല. കർത്താവിൻ്റെ സമയമാണ് പൂർണ്ണം. വിശുദ്ധന്മാരുടെ ജീവിതം നോക്കൂ, എത്ര പരീക്ഷണങ്ങൾ, എത്ര നിരസനങ്ങൾ, പക്ഷേ അവർ ദൈവത്തെ വിട്ടുമാറിയില്ല. അതുകൊണ്ട് ദൈവവും അവരെ വിട്ടില്ല. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ലജ്ജയില്ല. പ്രിയ ദൈവമക്കളെ, മോശ ചെങ്കടലിന്റെ മുൻപിൽ നിന്നപ്പോൾ മനുഷ്യർ പരിഹസിച്ചു, ഇനി രക്ഷയില്ല എന്ന് അവർ കരുതി. പക്ഷേ ദൈവം വഴിയില്ലാത്തടത്ത് വഴി തുറന്നു നൽകി. ഇന്ന് നിന്റെ ജീവിതത്തിലും അടഞ്ഞ വാതിലുകൾ ഉണ്ടാവാം, പക്ഷെ ദൈവം പറയുന്നത്, ഭയപ്പെടേണ്ട. നിന്റെ ജീവിതം മനുഷ്യർ വിധിക്കുന്ന ഒന്നല്ല, ദൈവമാണ് അന്തിമ വാക്കു പറയുന്നത്. യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നഗ്നനായി അപമാനിക്കപ്പെട്ടു. എന്തിന്? നമ്മുടെ ലജ്ജ നീക്കുവാൻ. അവൻ മുൾക്കിരീടം ധരിച്ചു,
നമുക്ക് മഹത്വ കിരീടം നൽകുവാൻ അവൻ നിരസിക്കപ്പെട്ടു, നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ. ഇതാണ് സുവിശേഷത്തിന്റെ മഹത്വം. പ്രിയ ദൈവ പൈതലേ, കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ചില പ്രാർത്ഥനകൾക്ക് ഉടൻ തന്നെ ഉത്തരം കിട്ടും, ചിലതിന് ചില വർഷങ്ങൾ തന്നെ വേണ്ടി വരും. പക്ഷേ ദൈവത്തിന്റെ സമയത്ത് ലഭിക്കുന്ന അനുഗ്രഹം അത് പൂർണ്ണമാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് കാത്തിരിക്കുന്ന ആത്മാക്കളോട് കർത്താവ് പറയുന്നു, നീ കരഞ്ഞ രാത്രികൾ ഞാൻ കണ്ടു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നീ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇതിൽ കുടുംബങ്ങൾക്കായുള്ള വലിയ ഒരു സന്ദേശമുണ്ട്. ഈ സന്ദേശം വ്യക്തികൾക്ക് മാത്രമല്ല, ഇത് കുടുംബങ്ങൾക്കുമുള്ള ഒരു സന്ദേശവാക്യമാണ്. തകർന്ന കുടുംബങ്ങൾ, കടബാധ്യതയിൽ ഉള്ള കുടുംബങ്ങൾ, പ്രാർത്ഥിച്ചു മടുത്ത അമ്മമാർ, മക്കൾക്കായി കരയുന്ന പിതാക്കന്മാർ, കർത്താവ് ഇന്ന് അവരോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ഇതവസാന വാക്കല്ല, ഇതവസാനമല്ല. ദൈവത്തിന് ഒരു പുതിയ തുടക്കമുണ്ട്. അതാണ് സഭയുടെയും പ്രത്യാശ. സഭ പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, എന്നാൽ ക്രിസ്തുവിൻ്റെ സഭ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ, കാരണം സഭയുടെ തലവൻ ക്രിസ്തുവാണ്. അതുകൊണ്ട് വിശ്വാസി ഒരിക്കലും നിരാശപ്പെടരുത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്തവസ്ഥയായാലും ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവം നിന്നെ കേൾക്കുന്നുണ്ട്, ദൈവം നിന്നെ കൈവിടുകയില്ല. നിന്റെ കണ്ണുനീർ വെറുതെയാകില്ല, നിന്റെ പ്രാർത്ഥന അത് വെറുതെയാകില്ല, നിന്റെ വിശ്വാസം അത് വെറുതെയാകില്ല. കർത്താവ് നിന്റെ ജീവിതത്തിൽ മഹത്വപ്പെടും. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ലജ്ജയിലും നിരാശയിലും കഴിയുന്ന നിന്റെ മക്കളെ തമ്പുരാനെ ഇന്ന് അവിടുന്ന് സന്ദർശിക്കണമേ. കണ്ണുനീരിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ തമ്പുരാനെ അവിടുന്ന് സൗഖ്യമാക്കണമേ. പ്രാർത്ഥിച്ചു മടുത്ത ആത്മാക്കൾക്ക് തമ്പുരാനെ അവിടുന്ന് പുതിയ ഒരു ശക്തി നൽകണമേ. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്ന വാഗ്ദാനം തമ്പുരാനെ ഇന്ന് ഓരോ കുടുംബങ്ങൾക്കും നീ അവിടുന്ന് നിറവേറ്റുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.